Welcome back to 7th Standard Civics class. Yes, students, today we are going to discuss about 5th chapter Civics, Women Change the World. In the previous chapter, we saw how women's work in the home is not recognized as work. In this chapter, we will look at work outside the home and understand how some occupations are seen to be more suitable for men than for women. We'll also learn about how women struggled for equality. Getting an education was and still is one way in which new opportunities were created for women. This chapter will also briefly trace the different types of effort made by women's movement to challenge discrimination in more recent years. Dear students, listen carefully. Dear students, why is work of women a full-time job? Women doing household work and taking care of family members is a full-time job, and there are no specific hours at which it begins or ends. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഫുൾ ടൈം ജോലിക്കാരായിട്ട് മാറുന്നത്? സ്ത്രീകൾ വീട്ടിലെ സർവ്വ ജോലികളും ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ സഹോദരിമാര് എല്ലാവരും ധാരാളം ജോലി വീട്ടിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുടുംബത്തെ അവരെ ടേക്ക് കെയർ ചെയ്യുന്നു. അപ്പോൾ നിശ്ചിത സമയത്തിൽ കൂടുതൽ അവർ ജോലി ചെയ്യുന്നു. അതിന് ആരംഭവും അവസാനവും ഇല്ല എന്നാണ് പറയാറ്. അപ്പോൾ ഏതൊരു വീട്ടിലും ഹൗസ് ഹോൾഡ് വർക്ക് കൂടുതലും ചെയ്യുന്നത് സ്ത്രീകളാണ്. ഒരു സമയപരിധി അതിനില്ല. സ്ത്രീകൾ വളരെ ഹാർഡ് വർക്കായിട്ടുള്ള വ്യക്തികളാണ് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. List the effect of stereotypes in girls. Many people believe in these stereotypes. Many girls do not get the same support that boys do to study and train to become doctors and engineers. In most families, once girls finish school, they are encouraged by their families to see marriage as the main aim in life. കുറേ ആളുകൾ സ്റ്റീരിയോടൈപ്സിൽ വിശ്വസിക്കുന്നവരാണ്. അതായത് ചില ആളുകളുടെ മനോഭാവവുമായി ബന്ധപ്പെട്ട ഒന്നാണ് സ്റ്റീരിയോടൈപ്സ് എന്ന് പറയുന്നത്. അവരുടെ മനോഭാവം ഇങ്ങനെയാണ്: വ്യത്യസ്തമായിട്ടുള്ള മതസമൂഹങ്ങൾ, ജാതി വിഭാഗങ്ങൾ, വ്യത്യസ്ത സാമ്പത്തിക വിഭാഗങ്ങൾ എന്നിവരിൽ അവർ പ്രത്യേക സവിശേഷതകൾ അവർ ആരോപിക്കുന്നു, ഫിക്സ് ചെയ്യുന്നു. ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇന്ന ജോലി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഇത്ര വിദ്യാഭ്യാസം മാത്രമേ അവർക്ക് പാടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള മനോഭാവത്തോടുകൂടി, മുൻവിധിയോടുകൂടി മറ്റുള്ളവരെ നോക്കിക്കാണുന്നു. അവരിൽ എല്ലാവരും ഇന്ത്യയിലെ പൗരന്മാരാണ്, എല്ലാവർക്കും തുല്യ അവകാശങ്ങളുണ്ട് എന്ന ചിന്തയില്ല. അവരെ പഴയ ജാതി വ്യവസ്ഥയിലും അതുപോലെ തന്നെ പഴയ സമ്പ്രദായങ്ങളിലുമായി ജീവിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളാണ് പല സവിശേഷതകളും ആളുകളിൽ ഫിക്സ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള മനോഭാവം തെറ്റായിട്ടുള്ള ഒന്നാണ്. അവർ ആൺകുട്ടികളെ മാത്രം കൂടുതൽ ശ്രദ്ധിക്കുന്നു. ആൺകുട്ടികൾ മാത്രം ഡോക്ടർമാരാകുക അല്ലെങ്കിൽ എഞ്ചിനീയർമാരാകുക, അതിനുവേണ്ടി അവരെ പരിശീലിപ്പിക്കുന്നു. പെൺകുട്ടികളുടെ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ചില സ്ഥലങ്ങളിൽ, പല കുടുംബങ്ങളിലും പെൺകുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം വിവാഹം ചെയ്ത് അവരെ അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് പറയുന്നത്, they are encouraged by their families to see marriage as their main aim in life. അപ്പോൾ വിവാഹമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് മാത്രം കണ്ടുകൊണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കുകയാണ്. ആൺകുട്ടികൾ കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കുന്നു, മറ്റ് സാധ്യതകൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു. ഇതിനെയാണ് ചില ആളുകളുടെ സ്റ്റീരിയോടൈപ്പ് മനോഭാവം.
എന്ന് പറയുന്നത്. അത് പെൺകുട്ടികളുടെ വികസനത്തിൽ, അവരുടെ വളർച്ചയിൽ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. Dear students, we move to next topic. What changes did 19th century bring about in Indian society? In the 19th century, many new ideas about education and learning emerged. Schools became more common and communities that had never learned reading and writing started sending their children to school. നമ്മൾ പഠിക്കുന്നത് എന്താണ്? 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണ്, എന്തൊക്കെ ചേഞ്ചുകളാണ് 19ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ളത്? വിദ്യാഭ്യാസവും ലേണിങ്ങുമായി ബന്ധപ്പെട്ട് ന്യൂ ഐഡിയാസ് 19ാം നൂറ്റാണ്ടിൽ എമേർജ് ചെയ്തു. പുത്തൻ ചിന്താഗതികൾ, പുതിയ ആശയങ്ങൾ എന്നിവ രൂപപ്പെടുകയാണ്. സ്കൂളുകൾ പല സ്ഥലങ്ങളിലും സ്ഥാപിക്കപ്പെട്ടു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അറിയാവുന്നവര് തങ്ങളുടെ കുട്ടികളെ സ്കൂളുകളിൽ പഠിപ്പിക്കുവാൻ അയച്ചു. പല ആളുകൾക്കും അക്കാലത്ത് വായിക്കാനും എഴുതാനും അറിയില്ലായിരുന്നു. അവർ കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ ആരംഭിച്ചു. ബട്ട് there was a lot of opposition to educating girls even then. Many women and men made effort to open schools for girls. പല ആളുകളും തങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചു തുടങ്ങി. എന്നാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ചില വിഭാഗങ്ങൾ എതിരായിരുന്നു. പല സ്ത്രീകളും അതുപോലെ തന്നെ പല വ്യക്തികളും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുകയും അതിലൂടെ പരിശ്രമങ്ങൾ നടത്തുകയും സ്കൂളുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും അതിനുശേഷവും നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ചിലർക്ക് ഈ കാര്യത്തെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടിയെന്ന് സാർ മനസ്സിലാക്കിയാണ്. Dear students, we move to next topic. What are the reasons why Adivasi and Dalit children leave school early? എന്തുകൊണ്ടാണ് ദളിത് ആദിവാസി കുട്ടികൾ നേരത്തെ പഠിത്തം നിർത്തി വീട്ടിലിരിക്കുന്നത്? അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? School is not close to people's home and there is no transport like buses or vans. Parents may not be willing to send their girls to school. Many families too poor and unable to bear the cost of education on their children. Many children also leave school because they are discriminated against by the teacher and classmate. എന്തുകൊണ്ടാണ് കുട്ടികൾ, പ്രത്യേകിച്ച് ദളിത് ആദിവാസി കുട്ടികൾ നേരത്തെ പഠിത്തം നിർത്തുന്നത്? സ്കൂളിൽ വരാത്തതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സ്കൂളും അവരുടെ വീടും തമ്മിലുള്ള ദൂരം കൂടുതൽ. അത് കാരണം സ്കൂളുകൾ. Dear students, we move to next topic. What are the reasons why Dalit and Adivasi children leave school early? എന്തുകൊണ്ടാണ് ദളിത് ആദിവാസി കുട്ടികൾ നേരത്തെ തന്നെ പഠിത്തം നിർത്തി വീട്ടിലിരിക്കുന്നത്? അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമെന്ന് ഇതിനെപ്പറ്റി നമുക്കിപ്പോൾ പഠിക്കാം. School is not close to people's home and there is no transport like buses or vans. Parents may not be willing to send their girls to school. Many families too poor and unable to bear the cost of education of their children. Many children also leave school because they are discriminated against by their teacher and classmate. ആദിവാസി കുട്ടികൾ അല്ലെങ്കിൽ ദളിത് കുട്ടികൾ ഇതുകൊണ്ട് നേരത്തെ പഠിത്തം നിർത്തുന്നു. അതിനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവരുടെ താമസ സ്ഥലവും സ്കൂളും തമ്മിലുള്ള ദൂരം കൂടുതലാണ്.
കൂടുതൽ യാത്ര ചെയ്ത് വേണം അവർക്ക് അവിടെ എത്താനായിട്ട്. അതുകൊണ്ട് ഈ ദൂര കൂടുതൽ കാരണം അവരെ പഠിത്തം നിർത്തുന്നു. രണ്ടാമത്തെ കാരണം ബസ്സുകൾ, വാനുകൾ ഇങ്ങനെയുള്ള വാഹന ഗതാഗതത്തിൻ്റെ അപര്യാപ്തത, വാഹന സൗകര്യത്തിൻ്റെ അപര്യാപ്തത. യാത്ര ചെയ്യാനുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസിൻ്റെ അവൈലബിലിറ്റി ഈ മേഖലകളിൽ, ആദിവാസി മേഖലകളിലും അതുപോലെ തന്നെ ദളിത് കുട്ടികൾ താമസിക്കുന്ന മേഖലകളിലൊക്കെ വളരെ കുറവാണ്. ചില കുടുംബങ്ങൾ പെൺകുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിന് വിമുഖത കാണിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പോൾ പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിന് ഒരു പ്രാധാന്യം കൊടുക്കാത്തതും സ്കൂൾ കുട്ടികളെ കുറയുന്നതിനുള്ള കാരണമാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്. മേൽപ്പറഞ്ഞ വിഭാഗത്തിലുള്ള കുടുംബങ്ങൾ വളരെ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ ചിലവ് താങ്ങാൻ അവർക്ക് ആകുന്നില്ല. ചില സ്ഥലങ്ങളിൽ ജാതി അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ നിലനിൽക്കുന്നു. അത് മറ്റൊരു കാരണമാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ദളിത് ആദിവാസി കുട്ടികൾ നേരത്തെ പഠിത്തം നിർത്തി വീട്ടിലിരിക്കുന്നത്. അങ്ങനെ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം കുറയുന്നു. Dear students, we move to next topic, women's movement. Women and girls now have right to study and go to school. These changes have not happened automatically. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതിനെ പറ്റിയാണ്, വുമൻസ് മൂവ്മെന്റിനെ പറ്റിയാണ്. ഇപ്പോൾ സ്ത്രീകളും പെൺകുട്ടികളും പഠിക്കാനായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്നു. അപ്പം അതിന് അവർക്ക് അവകാശമുണ്ട്, അതിനുള്ള അവസരങ്ങളുണ്ട്. എന്നാൽ ഈ മാറ്റം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായതല്ല. അനേകം കാലങ്ങൾക്ക് മുമ്പ് സ്ത്രീ വിദ്യാഭ്യാസത്തിന് യാതൊരു പ്രാധാന്യവും സമൂഹം നൽകിയിരുന്നില്ല. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. Women individually and collectively have struggled to bring about these changes. This struggle is known as the women's movement. അപ്പോൾ സ്ത്രീകൾ ഒറ്റയ്ക്കും കൂട്ടമായി നടത്തിയ സ്ട്രഗിളിൻ്റെ അല്ലെങ്കിൽ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ഇന്ന് നാം കാണുന്നത്. ഈ സ്ട്രഗിളിന് പറയുന്ന പേരാണ് വുമൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. Individual women and women's organization from different parts of the country are part of the movement. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്ത്രീകളും സ്ത്രീ നേതാക്കന്മാരും വുമൻസ് ഓർഗനൈസേഷനും ഈ മൂവ്മെന്റിന്റെ ഭാഗമാണ്. എന്താണ് വുമൻസ് മൂവ്മെന്റ് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. Different strategies have been used to spread awareness, fight discrimination and seek justice, which are the campaigning, raising awareness, protesting. അപ്പോൾ നീതിക്ക് വേണ്ടിയും വിവേചനത്തിനെതിരെയും ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും സ്ത്രീകളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയും വിവിധ സ്ട്രാറ്റജികൾ അവർ ഉപയോഗിച്ചു. എന്തൊക്കെ സ്ട്രാറ്റജികളാണ് അവർ ഉപയോഗിച്ചത്? ക്യാമ്പയിനിങ്, raising awareness, protesting. But campaigns to fight discrimination and violence against women are an important part of women's movement. Campaigns have also led new laws being passed. A law was passed in 2006 to give women who face physical and mental violence within their homes, also called domestic violence, some legal protection. ഇപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനത്തിനും അക്രമത്തിനുമെതിരെ ഫൈറ്റ് ചെയ്യുന്നതിനുമുള്ള ക്യാമ്പയിനുകൾ വുമൻസ് ഓർഗനൈസേഷൻസ് മുന്നോട്ട് വയ്ക്കുകയാണ്. ഒരു ക്യാമ്പയിനിലൂടെ പ്രവർത്തിച്ചു. അപ്പോൾ വുമൻസ് ക്യാമ്പയിൻസ് ഇത് വുമൻസ് മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ ക്യാമ്പയിൻ്റെ ഫലമായിട്ട് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. പുതിയ നിയമങ്ങൾ പാസ്സാക്കപ്പെട്ടു. അതാണ് 2006 പാസ്സാക്കിയ ഡൊമസ്റ്റിക് വയലൻസിന് എതിരെയുള്ള നിയമം.
ഗാർഹിക പീഡനത്തിനെതിരായിട്ടുള്ള നിയമം 2006 പാസ്സാക്കി. Similarly, effort made by the women's movement led the Supreme Court to formulate guidelines in 1997 to protect women against sexual harassment at the workplace and within education institutions. വുമൻസ് മൂവ്മെന്റിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളൊരു മാറ്റമാണ് 1997 സെക്ഷൽ ഹരാസ്മെന്റിനെതിരായി സുപ്രീം കോടതി ഗൈഡ്ലൈൻസ് ഫോർമുലേറ്റ് ചെയ്യുക. ഇതിന്റെ ഫലമായിട്ട് തൊഴിലിടങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കപ്പെട്ടു. അപ്പം നമ്മൾ പഠിക്കുന്നത് വുമൻസ് മൂവ്മെന്റിനെ പറ്റിയാണ്. അപ്പം അതെങ്ങനെ ഉണ്ടായി, അതിനുള്ള ഉദാഹരണങ്ങൾ, വുമൻസ് മൂവ്മെന്റിന്റെ ഫലമായിട്ട് സമൂഹത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അത് സ്ത്രീകൾക്ക് എത്രത്തോളം ഫേവറബിളായിട്ട് മാറി, അവരുടെ സർവോത്തമമായിട്ടുള്ള വികസനത്തിന് എത്രത്തോളം അത് സഹായമായി എന്നതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതെല്ലാവർക്കും മനസ്സിലായല്ലോ. സ്ത്രീ കുട്ടികളെ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്ത്രീകളുടെ വിദ്യാഭ്യാസം, വികസനം എന്നിവയ്ക്ക് വേണ്ടി പോരാടിയ രമാഭായ് എന്ന വ്യക്തിയെക്കുറിച്ച് നമുക്കിപ്പോൾ പഠിക്കാം. രമാഭായ് championed the cause of women's education. She never went to school but learned to read and write from her parents. She was given the title Pandita because she could read and write Sanskrit. A remarkable achievement as women then were not allowed such knowledge. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് രമാഭായ്. അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസം ലഭിച്ചില്ല, കാര്യം അതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടങ്ങളിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമില്ലായിരുന്നു, അതിനെ പലരും തടഞ്ഞിരുന്നു. എന്നാൽ രമാഭായിയുടെ മാതാപിതാക്കൾ അവളെ വീട്ടിലിരുത്തി വിദ്യാഭ്യാസം നൽകി. അവൾ സംസ്കൃതം പഠിച്ചു. നന്നായി സംസ്കൃതം പഠിച്ചതുകൊണ്ട് പണ്ഡിത എന്ന ടൈറ്റില് അവൾക്ക് ലഭിച്ചു. She went to set up a mission in Kedagaon near Pune in 1898, where widows and poor women were encouraged not only to become literate but to be independent. 1898 പൂനെ എന്ന സ്ഥലത്തിനടുത്ത് ഗെദ്ഗാവോൺ എന്ന മിഷൻ അവർ ആരംഭിക്കുകയാണ്. ഇത് പാവപ്പെട്ട സ്ത്രീകൾ, വിധവകൾ എന്നിവരെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നതിനും ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കുന്നതിനും അങ്ങനെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയാണ് രമാഭായ് ഇത് സ്ഥാപിച്ചത്. ഇവിടെ സ്ത്രീകളെ വിവിധ സ്കില്ലുകൾ അവർ പഠിപ്പിച്ചു. ഇതൊക്കെ സ്കില്ലുകളാണ് അവർ പഠിപ്പിച്ചത്. കാർപ്പൻട്രി, പ്രിന്റിംഗ് പ്രസ്, പ്രവർത്തിക്കാനുള്ള സ്കില്ല്, ഇതൊക്കെ അവർ സ്ത്രീകളെ പഠിപ്പിച്ചു. രമാഭായ് എന്ന് പറയുന്ന വ്യക്തിത്വം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വികസനത്തിനും വേണ്ടി പോരാടിയിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് എന്നത് നമ്മൾ ഈ ഭാഗത്ത് പഠിച്ചു. എല്ലാവർക്കും ആ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. Dear students, we conclude our class. Today we discussed 5th chapter Civics, Women Change the World. What are the points we learned, we discussed in this chapter? Why is work of women a full-time job? We will also learn what changes did 19th century bring about in Indian society. We study what are the reasons why Dalit and Adivasi children leave school early. We learn about women's movement. We also discuss short life history of Ramabai. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് സ്ത്രീകൾ ലോകത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാമാണ്. ഇതൊക്കെ മാറ്റങ്ങളാണ് അവർ സമൂഹത്തിലും ലോകത്തിലും ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് കാരണം എന്തൊക്കെയാണ്? സ്ത്രീകൾ ലോകത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കി. എന്തിലൂടെയൊക്കെയാണ്? അവർ നേടിയ വിദ്യാഭ്യാസം, അവരുടെ സാക്ഷരത, അതുപോലെ തന്നെ
വുമൻസ് ഓർഗനൈസേഷൻ്റെ പങ്ക് എന്നിവയിലൂടെയൊക്കെ അവർ ഫൈറ്റ് ചെയ്യുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും സമൂഹത്തിലും ലോകത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അതെല്ലാവർക്കും മനസ്സിലായെന്ന് സാർ വിചാരിക്കുകയാണ്. എല്ലാവരും ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ഇതിനുശേഷം തരുന്ന നോട്ട് ഭംഗിയായി നോട്ട്ബുക്കിൽ എഴുതുക, അത് മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെ നല്ല കുട്ടികളായിട്ട് വളരുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.